ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഉഴുന്ന് വടയാണ്. അപ്പം എന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഉഴുന്ന് വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ ദോശയിലേക്ക് എടുക്കുന്ന ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ആ ഉഴുന്ന് ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കാൻ. ഇനി അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു പരിധി വരെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കരിവേപ്പിലയും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ അരയ്ക്കുമ്പോൾ ഇട്ടതുകൊണ്ട് ഇനി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ വെള്ളം തീരെ ഒഴിക്കാതെ അരച്ചെടുത്തുകൊണ്ട് മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ മാവായാലാണ് നമുക്ക് ഉഴുന്നുവട നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. നല്ല തിക്കായ മാവായാലാണ്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്യാത്ത കുരുമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുവടയിലേക്ക് കുറച്ച് ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് തേങ്ങ എടുത്ത് അതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഉഴുന്നുവട കൂടി പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈ നനയ്ക്കണം. കൈ നനച്ചിട്ട് മാവിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല പുറമെ ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചട്നിയിലേക്ക് നമുക്കൊന്ന് വറവിട്ട് ഒഴിക്കാം. അതിനായിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ചട്നി ഉണ്ടാക്കുമ്പോൾ ചട്നി ഒരിക്കലും അടുപ്പത്ത് വെച്ച് വേവിക്കരുത്. ഇതുപോലെ വറവിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവടയും ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.